ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫേഷ്യൽ കെയറിൻ്റെ വീഡിയോ ആണ്. എൻ്റെ ഫേസ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു, പിന്നെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് വീഡിയോ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, ഞാനിപ്പം നല്ലപോലെ സ്റ്റീം ചെയ്തിട്ടുണ്ട് മുഖം കണ്ടോ. ഇനിയിപ്പം ഞാൻ ഈ സ്ക്രബ്ബ് കറ്റാർവാഴയുടെ ഞാൻ ആഡ് ചെയ്ത ഒരു സ്ക്രബ്ബ് അപ്ലൈ ചെയ്യുവാണേ. ഈ ഷുഗർ ക്യൂബ്സ് എല്ലാം ജസ്റ്റ് ഡ്രൈ ആവുന്നത് വരെ നമ്മളിത് മുഖം ശരിക്കും സ്ക്രബ് ചെയ്ത് പോകണം. ഇതിൽ നമ്മൾ ഷുഗേഴ്സും എല്ലാം നാച്ചുറൽ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലിപ്പിലും അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുക. ഞാൻ കൂടുതലും ബ്ലാക്ക് ഹെഡ്സിൻ്റെ മൂക്കിൻ്റെ ആ ഭാഗത്ത് അടുത്താണ് കൂടുതലും സ്ക്രബ് ചെയ്യുന്നത്. ഏകദേശം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റീം ഒരു 5-10 മിനിറ്റ് ചെയ്താൽ മതി. ഇനി ഞാനിതൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുഖം കഴുകി. ഞാനാണെങ്കിൽ അതിൻ്റെ മൂക്കുത്തി ഊരി വെച്ചു, കാരണം ഇവിടെ എനിക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എൻ്റെ റിമൂവ് ആയിട്ടുണ്ട്, എന്നാലും ഒരു എക്സ്ട്രാ ലെയറും കൂടി ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഈ ഒരു മാമിയ വെൽനസ് മുൾത്താനി ഫേസ് പാക്ക് ഞാനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഒരു ചേച്ചി സജസ്റ്റ് ചെയ്തതാണ്. എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. അവർ പറഞ്ഞത് സ്റ്റീം ചെയ്യുന്നതിന് ശേഷം വീക്കിൽ 2 തവണ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ചെയ്ത സ്ക്രബ് കാരണം മുഖം കുറച്ചൊന്ന് വെളുത്തിട്ടുണ്ട്, പ്ലസ് മുഖം ആ ഡ്രൈനെസ് ഒന്ന് കുറഞ്ഞു കിട്ടി. അപ്പം ഈ ഒരു ഫേസ് പാക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ എഴുതിയേക്കുന്നത് ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക, പ്ലസ് ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇത് ഉണങ്ങാൻ വയ്ക്കുക. പിന്നെ കഴുകിക്കളയെന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ബേണിങ് സെൻസേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം സ്കിന്നിൽ അലർജി ഉള്ളവരൊന്നും ഇത് അപ്ലൈ ചെയ്ത് നോക്കണ്ട, പിന്നെ അപ് ടു യു. എന്തായാലും ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു. കൂടുതലും മുൾത്താനി മിട്ടിയിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതൊരു ആയുർവേദിക് പ്രോഡക്റ്റാണ്. പ്ലസ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മുഖത്തൊരു ഗ്ലോയും ഒരു ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങളും ട്രൈ ചെയ്യുന്നത്. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്, കാരണം അതൊരു നാച്ചുറൽ വേ ആണ്. പിന്നെ ഇത് ഞാനൊരു പ്രോഡക്റ്റ് ഇപ്പം മേടിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുവാണ് എങ്ങനെയാണ് റിസൾട്ട് എന്ന് അറിയാമല്ലോ. അപ്പോൾ ഗൈസ്, ഇത് എക്സാക്ട്ലി ഇപ്പം ഒരു 15 മിനിറ്റായി. ഇതിൽ കൂടുതൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, ബിക്കോസ് നല്ല ഉറക്കം വരുന്നുണ്ട്. ഈ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഉറങ്ങുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്ലസ് പിന്നെ ഈ ഫേസിൽ മാത്രമല്ല കഴുത്തിലോട്ടും കൂടെ ശരിക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുഖം കഴുകി. ഒരു ഫ്രഷ്നെസ് ഫീൽ ആവുന്നുണ്ട്, കുറച്ചുകൂടെ ഞാൻ ഒന്ന് വെളുത്തു.
പിന്നെ ബ്ലാക്ക് ഹെഡ്സ് കുറച്ചൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. പ്ലസ് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ട്വൈസ് ചെയ്യണം, എന്നാലാണ് ഇതിൻ്റെ ബ്ലാക്ക് ഹെഡ്സ് നല്ല രീതിയിൽ റിമൂവ് ആവും. ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് വാസ് ഗുഡ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക് യു.